എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, ഏറ്റവും സ്നേഹം നിറഞ്ഞ മലങ്കര സഭയുടെ പിതാക്കന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ അംഗങ്ങളെ, പ്രിയപ്പെട്ട സഭാവിശ്വാസികളെ, എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസ നേരുന്നു. 1934 ഡിസംബർ 26 എന്ന് പറയുന്നത് മലങ്കര സഭയെ സംബന്ധിച്ച് നിർണായകമായൊരു ദിവസമായിരുന്നു. മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ MD സെമിനാരിയിൽ ഒന്നിച്ചുകൂടി, അതായത് ഇന്ന് ഏലിയ കത്തീഡ്രൽ നിൽക്കുന്ന അങ്കണത്തിൽ ഒന്നിച്ചുകൂടി ഗീവർഗീസ് ദിദിയൻ ബാവ തിരുമേനിയുടെ അധ്യക്ഷതയിൽ കൂടി അസോസിയേഷൻ മലങ്കര സഭയ്ക്ക് ഒരു ഭരണഘടനയെ പാസാക്കിയെടുത്തു. ആ ഭരണഘടനയെ പിന്നീട് 1934 ഭരണഘടനയെന്ന് വിളിക്കപ്പെടുകയും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും അസ്തിത്വത്തിൻ്റെയും അടയാളമായി മലങ്കര സഭയ്ക്ക് 1912 ലഭിച്ച സ്വാതന്ത്ര്യം നാളിതുവരെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുവാൻ മലങ്കര സഭയുടെ ഭരണഘടനയ്ക്ക് കഴിയുന്നു എന്നുള്ളത് ഏറെ അനുഗ്രഹപ്രദമായ ഒരു സത്യമാണ്. ദൈവം നമ്മെ ഇത്രത്തോളം അനുഗ്രഹിച്ചു എന്നുള്ളത് വലിയ ഒരു കൃപയാണ്. ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട പിതാക്കന്മാരെയും അൽമായ നേതൃത്വത്തെയും സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും ഓർക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ സഭയുടെ സമാധാനത്തിനും സഭയുടെ നിലനിൽപ്പിനും സഭയുടെ അസ്തിത്വത്തിനെ നാളിതുവരെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്തവണ്ണം കാത്തു സൂക്ഷിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ആ പിതാക്കന്മാരുടെ ദീർഘദർശനവും പ്രവർത്തനവും ഏറെ സഭയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു അനുഗ്രഹവുമായി കാണുന്നു. ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട പിതാക്കന്മാരെയും അൽമായ നേതൃത്വത്തെയും സ്നേഹത്തോടെയും കരുതലോടെയും ഓർക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ വരുന്ന ഡിസംബർ 26 നാളെ മലങ്കര സഭയുടെ പുതിയ തലമുറക്കാരായ നാം ഏലിയ കത്തീഡ്രലിന്റെ അങ്കണത്തിൽ, അതായത് MD സെമിനാരിയുടെ അങ്കണത്തിൽ ഒന്നിച്ചു കൂടുകയും നമ്മുടെ പിതാക്കന്മാർ നമുക്ക് ഒരുക്കി തന്ന ഈ ഭരണഘടനയുടെ, മലങ്കര സഭയുടെ ഭരണഘടനയുടെ നവതി ആഘോഷിക്കുകയാണ്. ഈ നവതി ആഘോഷത്തിലേക്ക് നല്ലവരായ പ്രിയപ്പെട്ട എല്ലാ സഭാവിശ്വാസികളെയും അസോസിയേഷൻ പ്രതിനിധികളെയും ശ്രേഷ്ഠാചാര്യന്മാരെയും ക്ഷണിക്കുന്നു. സഭയുടെ എളിയ പ്രവർത്തനം എന്ന നിലയിൽ നിങ്ങളെല്ലാവരും നാളെ കോട്ടയം MD സെമിനാരി അങ്കണത്തിൽ വെച്ച നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിക്കുന്നു. നമ്മളുടെ പ്രവർത്തനം, നമ്മുടെ കൂട്ടായ പ്രവർത്തനം സഭയ്ക്കും പുതിയ തലമുറയ്ക്കും ഒരു കൂട്ടായിരിക്കട്ടെ, ഒരു കരുത്തായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ സഭയ്ക്ക് വേണ്ടിയും പിതാക്കന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കാം, ഒന്നിച്ചു പ്രവർത്തിക്കാം. നാളെ എല്ലാവരെയും കോട്ടയത്ത് MD സെമിനാരി അങ്കണത്തിൽ വെച്ച് നടക്കുന്ന യോഗത്തിൽ കാണുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് നാളെ ഒന്നിച്ചുകൂടി ഒറ്റക്കെട്ടായി സഭയുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒന്നിക്കുകയും ചെയ്യാം. നന്ദി, നമസ്കാരം. നിങ്ങളുടെ പ്രിയപ്പെട്ട അൽമായ ട്രസ്റ്റി റോണി വർഗീസ് എബ്രഹാം.